61 സങ്കീർത്തനം 1-2 വചനങ്ങൾ. 61 സങ്കീർത്തനം 1-2 വചനങ്ങളിൽ ഇപ്രകാരം പറയും: ദൈവമേ, എന്റെ നിലവിളി കേൾക്കണമേ. അടുത്ത വചനം: എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അടുത്ത വചനം: ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്ന് അവിടുത്തോട് വിളിച്ച് അപേക്ഷിക്കുന്നു. അടുത്ത വചനം: എനിക്ക് അപ്രാപ്യമായ പാറയിലേക്ക് എന്നെയൊന്ന് കയറ്റി നിർത്തണമേ. അങ്ങനെ ഒരു പാറയുണ്ടോ? ഉണ്ടോ? നിങ്ങളുടെ പറമ്പിലുണ്ടോ എന്നല്ല ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അപ്രാപ്യമായ പാറകൾ ഉണ്ടോ? ഉണ്ട്. കർത്താവേ, എനിക്ക് അപ്രാപ്യമായ പാറയിലേക്ക് എന്നെയൊന്ന് കയറ്റി നിർത്തണം. ഒരു പക്ഷേ ചിലപ്പോ എനിക്ക് ആത്മീയ ജീവിതത്തിൽ ഉയരാൻ പറ്റാത്തൊരു പാറ, വിശുദ്ധിയിലേക്ക് എത്തിപ്പെടാൻ പറ്റാതെ വിശുദ്ധിയെ നോക്കി ഞാൻ നിൽക്കുക. കർത്താവേ, ആ പാറപ്പുറത്തേക്ക് എനിക്കൊന്ന് കയറണമപ്പാ. കർത്താവേ, ഈ ജോലിയില്ലാതെ വിഷമിക്കുകയാ, ജോലി എന്നുള്ള വലിയൊരു പാറപ്പുറത്തേക്ക് എനിക്ക് കയറണമപ്പാ. കുടുംബജീവിതത്തിൽ സമാധാനമില്ല, ആ സമാധാനത്തിന്റെ പാറപ്പുറത്തേക്ക് എനിക്കൊന്ന് കയറണമപ്പാ. ഞാൻ ഹൃദയം തകർന്ന് നിലവിളിച്ച് കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാ. പറയാൻ പറ്റുമോ? പറ്റുമോ? ഉണ്ടോ അങ്ങനത്തെ പാറപ്പുറങ്ങള്? ഉണ്ടെങ്കിൽ കണ്ണടച്ചേ, കരങ്ങൾ ഉയർത്തിക്കേ. നിന്റെ ജീവിതത്തിൽ നിനക്ക് കയറി പറ്റാൻ പറ്റാത്ത പാറകളുണ്ട്, അതൊക്കെ അവന്റെ പക്കലേക്ക് വെക്കണം. ഒരു പക്ഷേ സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റാത്തതാകാം, ഒരു പക്ഷേ അഹങ്കാരത്തിന്റെ ചില മേഖലകളാകാം, പലരെയും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകളാകാം, ഒരു പക്ഷേ സ്നേഹമില്ലാത്ത അവസ്ഥ, കുടുംബജീവിതത്തിൽ ഡിവോഴ്സിന്റെ വക്കിലെത്തി നിൽക്കുന്ന അവസ്ഥകള്, വിവാഹ തടസ്സമുള്ള മക്കള്, രോഗപീഠകള്, രോഗസൗഖ്യത്തിന് വേണ്ടി കൊതിക്കുന്ന മക്കള്, അവരെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് ഈ ജീവിതം സമർപ്പിച്ച് വലതുകമർത്തി വചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അപ്രാപ്യമായ ഈ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തണമേ. എന്റെ കർത്താവേ, എനിക്ക് അപ്രാപ്യമായ ഈ പാറയിലേക്ക് നീ എന്നെയൊന്ന് കയറ്റി നിർത്തണമേ. പ്രൈസ് ദി ലോർഡ്. വീട്ടിലാണേലും നാട്ടിലാണേലും ജോലി സ്ഥലത്താണെങ്കിലും എനിക്ക് സാധിക്കുന്നത് ഞാൻ ചെയ്യണം. എനിക്ക് എന്തു സാധിക്കുമോ അത് ചെയ്തില്ലെങ്കിൽ പലതും പൂർത്തീകരിക്കപ്പെടാതെ കിടക്കും. ഇപ്പോഴും എവിടെ കിടക്കും? താഴെ പാറപ്പുറത്തന്നെ ഓട്ടി കിടക്കുള്ളൂ, കയറിയാൽ അങ്ങോട്ട്. സാധിക്കുന്നത് ചെയ്താൽ ഇപ്പോഴും ഞാൻ ചിന്തിക്കും. എന്നെ ചിന്തിപ്പിച്ചൊരു വചനമാണ് നിങ്ങളോട് ഞാൻ പറയുക. ആ പാപിനിയായ സ്ത്രീ, മഗ്ദലന എന്ന് പറയപ്പെടുന്ന ആ സ്ത്രീ കർത്താവിന്റെ പാദത്തിൽ ഇരുന്നപ്പോ അവളെ കർത്താവ് എവിടേക്ക് കയറ്റി? എവിടേക്ക് കയറ്റി? ഞങ്ങളുടെ കത്തോലിക്ക സഭയിൽ ഒരു വിശുദ്ധയാണ് വിശുദ്ധ മഗ്ദലന. അവന്റെ പാദത്തിൽ ഇരുന്നപ്പോ അവള് പാപിയ, അവൾക്ക് ഒത്തിരി വേദനകളുണ്ട്, അവൾ ലോകത്തിൽ കിടക്കുക. വിശുദ്ധി എന്ന് പറയുന്ന വലിയ പാറ അവൾക്ക് അസാധ്യമാണ്, അവൾക്ക് വലിയൊരു അസാധ്യതയുണ്ട്. വിശുദ്ധിയുടെ പാറ, ശരീരത്തിന്റെ പ്രലോഭനം അവളുടെ ജീവിതത്തിന്റെ അസാധ്യമായിരുന്നു. ആ അസാധ്യവുമായി അവൾ അവന്റെ പാദത്തിങ്കിലേക്ക് ചെന്ന് കരയാൻ തുടങ്ങിയപ്പോൾ സാധ്യതകൾ മാത്രമുള്ള എന്റെ കർത്താവ് അവളെ കൈനീട്ടി അൾത്താര വഴക്കത്തിന് യോഗ്യമാക്കും വിധം വിശുദ്ധിയിലേക്ക് കയറ്റി നിർത്തി. മക്കളെ, ഇന്ന് നിന്റെ ജീവിതത്തിന്റെ പാറപ്പുറം എവിടേക്കാ കയറേണ്ടതെങ്കിൽ ആ പാറപ്പുറത്തെ ഉറ്റുനോക്കി അവനോടൊന്ന് പറഞ്ഞ് അവന്റെ അടുത്തിരുന്നൊന്ന് കരഞ്ഞ്, അപ്പാ, ഈ അപ്രാപ്യമായ പാറ ഇതെനിക്ക് അസാധ്യമാണ്, ഇതെന്റെ അസാധ്യതയാണ്. എന്നാൽ ലൂക്ക 18:27 പറയുന്നത് പോലെ അസാധ്യം ഒന്നുമില്ലാത്ത നീ, നിനക്കെല്ലാം സാധ്യമായ നീ. ജോബ് 42:2 പറയുന്നത് പോലെ എല്ലാം സാധ്യമായ നീ എന്റെ അസാധ്യങ്ങളിലേക്ക് സാധ്യതയായി ഇറങ്ങി വരാൻ യേശു ക്രിസ്തുവേ നിന്നെ ഞാൻ വിളിക്കുന്നെന്ന് ഇവിടെ നിന്ന് നീ പറഞ്ഞാൽ, പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് ജീവിതം മാറും, അതിന് യാതൊരു മാറ്റവുമില്ല.